ഞാൻ ആക്സ എലിസബത്ത്. സാർ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിരുന്നില്ലേ, ചർച്ച് ഓഫ് ദ ലിവിങ് സ്റ്റോൺസ്, മണ്ണകളെ പറ്റിക്കാൻ കല്ല് കച്ചവടവുമായി ഇതാ ഒരു പാതിരിപ്പാമ്പെന്നും പറഞ്ഞു. അപ്പോൾ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാൻ. അപ്പോൾ എനിക്ക് അതിനെക്കുറിച്ച് ഒരു 2-3-4 അഭിപ്രായമുണ്ട്. അത് അറിയിക്കാൻ വേണ്ടിയാണ് ഞാൻ വിളിക്കുന്നത്. അപ്പോൾ ബൈബിളിൻ്റെ ബേസിലൊന്നും ഇതിനെ നോക്കിക്കാണാൻ പറ്റുന്ന ഒരു സംഭവമല്ല. ഇനി ഇതിൻ്റെ പിന്നിലെ തിയോളജി എന്ന് പറയുന്നത് ശരിക്കും പറയുകയാണെങ്കിൽ ഒരു പറ്റിക്കലോളജിയും അതുപോലെ തന്നെ പേടിപ്പിക്കലോളജിയാണ്. മനുഷ്യരെ പറ്റിച്ച് മനുഷ്യരുടെ കയ്യിലിരിക്കുന്ന പൈസ എടുക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ പേടിപ്പിക്കുക. ഇപ്പം അതിലായിട്ട് ആ പറ്റിയിരുടുപ്പുകാരൻ കൃത്യമായിട്ട് പറയുന്നുണ്ട് 5 വർഷം കഴിഞ്ഞ് ഇതെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ 5000 രൂപ, അതാണ് കമ്മിറ്റി തീരുമാനിച്ചിരിക്കുന്നതെന്ന്. അത് 5 വർഷം കഴിയുമ്പോഴത്തെ കാര്യമല്ലേ. അപ്പോൾ അവർ പറയും 5 വർഷം കഴിയുമ്പോൾ ഇതെടുക്കാൻ ചെല്ലുന്ന മണ്ണുകളോട് പറയും ഇപ്പോഴത്തെ കമ്മിറ്റി തീരുമാനിച്ചിരിക്കുന്നത് 50,000 രൂപയാണ്, അല്ലെങ്കിൽ 5 ലക്ഷം രൂപയാണെന്ന്. അപ്പോൾ അത്രയും പൈസ ഉണ്ടാവണമെന്നില്ല. ഇതിപ്പോൾ നല്ല പരസ്യമുണ്ടല്ലോ, അപ്പോൾ പിന്നെ കുറേ ആൾക്കാരെല്ലാവരും നിയോഗം വെച്ച് എടുക്കുമായിരിക്കും. എടുക്കുന്ന ഭാഗം പോട്ടെ. അപ്പോൾ എന്ത് ചെയ്യും? അയ്യോ, ഈ എടുക്കാണ്ട് പോയി കഴിഞ്ഞെന്നാൽ നിങ്ങളുടെ വീട്ടിലായിട്ട് ഇങ്ങനെ പ്രശ്നം ഉണ്ടാകും, നിങ്ങളുടെ മക്കൾക്ക് അങ്ങനെ പ്രശ്നം ഉണ്ടാകും. എന്ത് നിയോഗം വെച്ചാണോ നിങ്ങളത് ചെയ്തിരിക്കുന്നത് അവർക്ക് അതിൽ ദോഷം ഉണ്ടാകും എന്നും പറഞ്ഞ് വീണ്ടും തുടങ്ങും. അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്, ഇത് പേടിപ്പിക്കലോളജിയാണെന്നുള്ളത്. ഇനി കത്തോലിക്ക സഭയിൽ, സീറോ മലബാർ കത്തോലിക്ക സഭയിലായിട്ട് ഇങ്ങനത്തെ കുറേ പറ്റിക്കലുടുപ്പുകാരുണ്ട്. ഇങ്ങനത്തെ ധ്യാന കേന്ദ്രങ്ങളുണ്ടാവും. അവിടെ എല്ലാം ഈ പണികൾ തന്നെയാണ് ചെയ്യുന്നത്. പക്ഷെ ഇതിൻ്റെയൊക്കെ കുറേ ആൾക്കാർ പോകുന്നുമുണ്ട്. അവരവിടെ ബൈബിളിനെ പലതരത്തിലായിട്ട് വ്യാഖ്യാനം ചെയ്താണ് അവിടെ പ്രസൻറ്റ് ചെയ്യുന്നത്. അത് അവരുടെ തിയോളജി അനുസരിച്ചോ എന്തെങ്കിലും ആയിക്കൊള്ളട്ടെ. പക്ഷെ നമുക്കിപ്പോൾ നടക്കുന്ന സാമൂഹിക സാംസ്കാരിക രംഗത്ത് നടക്കുന്ന കാര്യങ്ങൾ ഒക്കെ നോക്കിക്കഴിയുമ്പോൾ നമ്മുടെ സമകാലിക സംഭവങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ഇതിനെ ഒന്ന് വിശകലനം ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും മലയാളികൾ എന്നെ പറ്റിക്കോ എന്ന് പറഞ്ഞ് നടക്കുന്നതാണ്. അതിൻ്റെ ഏറ്റവും നല്ല ഒരു ഉദാഹരണമാണ് എനിക്ക് തോന്നുന്നത് 2021 തോന്നുന്നു, കൊറോണ കഴിഞ്ഞ് വരുന്ന ആ സമയത്ത് എപ്പോഴും എങ്ങാണ്ട് ആണെന്ന് തോന്നുന്നു, ഒരു മോൻസൺ മാവുങ്കൽ എന്ന് പറയുന്ന ഒരു വ്യക്തി, എറണാകുളത്തുള്ളത്, പുരാവസ്തുക്കൾ ഒക്കെ അയാളുടെ കയ്യിലുണ്ടെന്നും പറഞ്ഞുകൊണ്ട് ടിപ്പു സുൽത്താൻ്റെ സിംഹാസനമോ പിന്നെ മോശയുടെ അംശവടിയോ പിന്നെ കർത്താവ് വീഞ്ഞുണ്ടാക്കിയ കുടമോ ഏതാണ്ടൊക്കെ ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര പരസ്യമായിരുന്നു. അവസാനം പുള്ളിനെ പിടിച്ചു. അതൊരു ഭയങ്കര ന്യൂസായിരുന്നു. അപ്പം പുള്ളി സമൂഹത്തിലെ ഏറ്റവും സാമ്പത്തികപരമായിട്ട് മേൽത്തട്ടി നിൽക്കുന്ന പലരുമാണ് അയാളുടെ ഈ കുടുക്കിലായിട്ട് പെട്ടുപോയത്. അപ്പം ഞാനിത് എന്താ ഇവിടെ സൂചിപ്പിക്കുന്നതിൻ്റെ കാരണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പുള്ളിയുടെ കയ്യിലായിട്ട് യേശുവിനെ ഒറ്റിക്കൊടുത്ത വെള്ളിക്കാശിൽ നിന്ന് 2 നാണയം ഉണ്ടായിരുന്നു അത്രയും. അപ്പം പല പള്ളികളിലും അച്ഛന്മാർ പറ്റിക്കുന്ന ഉടുപ്പ് ഇവര് പറഞ്ഞിട്ടുണ്ട്. ഞാനിത് ഇയാളെ പിടിക്കുന്നതിന് മുമ്പേ ഇത് കേട്ടിട്ടുണ്ട്, പലരും പറഞ്ഞ തിരുശേഷിപ്പുകളുടെ കാവൽക്കാരെന്നോ അങ്ങനെയൊക്കെ പള്ളികളിലായിട്ട് പല അച്ഛന്മാരും പറഞ്ഞിട്ടുണ്ട്, ഞാൻ കേട്ടിട്ടുമുണ്ട്. ഇങ്ങനെ ഒരാൾ എറണാകുളത്തുണ്ട്, അവിടെ നിങ്ങളൊന്ന് വിസിറ്റ് ചെയ്യണം, നമ്മുടെ കർത്താവിനെ ഒറ്റിക്കൊടുത്ത വെള്ളിക്കാശ് അവിടെ പോയി നിങ്ങൾ സന്ദർശിക്കണം എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ പിന്നെ ആ സമയത്തൊക്കെ വരുമായിരുന്നു. പുള്ളിയുടെ സ്വന്തം ഇടവകയിലെ പെരുന്നാൾ ഏറ്റെടുത്ത് നടത്തിയായിരുന്നെന്നും
അപ്പോൾ അയാൾക്ക് ഇഷ്ടംപോലെ പൈസ ഉണ്ടല്ലോ. അതുപോലെ തന്നെ അന്ന് അവിടെ വന്നിരുന്നവരെ കൊണ്ട് അന്ന് ഒത്തിരി ആൾക്കാരെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അവരെല്ലാവരും ഈ പുള്ളീനെ എനിക്കൊന്ന് ഒരു MB ഡോക്ടർ എന്ന രീതിയിലായിട്ടാണ് തോന്നുന്നു സംസാരിച്ചതെന്ന് തോന്നുന്നു. അങ്ങനെ പുള്ളീനെ പുകഴ്ത്തി കുറേ ആൾക്കാർ സംസാരിക്കുന്ന വീഡിയോസൊക്കെ ആ സമയത്ത് ഇങ്ങനെ നെറ്റിക്കൂടെ സോഷ്യൽ മീഡിയ കൂടെ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു പള്ളിപ്പെരുന്നാൾ നടക്കുമ്പം നമ്മളോട് പ്രസംഗിക്കാൻ ചെന്ന് കഴിയുമ്പം ഈ പുള്ളീനെ പുകഴ്ത്തിയാണ് അത്ര അവിടെ കൂടുതലും സംസാരം നടന്നത്. നമ്മളിപ്പോൾ ഒരു മീറ്റിങ്ങിന് ചെന്ന് കഴിയുമ്പോൾ ആ മീറ്റിങ്ങിന് ഒരു തീമുണ്ടാവും, അല്ലെങ്കിൽ അതിനൊരു ഉദ്ദേശം ഉണ്ടാവും, ഇന്നതിന് വേണ്ടിയാണെന്നുള്ളത്. അപ്പം സാധാരണഗതിയിലായിട്ട് നമ്മൾ അതിനെക്കുറിച്ചായിരിക്കും സംസാരിക്കുക, അല്ലെങ്കിൽ സംസാരിക്കാൻ വരുന്ന പ്രാസംഗികർക്ക് അവരോട് പറയും ഇന്ന ടോപ്പിക്കാണ് സംസാരിക്കേണ്ടതെന്നുള്ളത്. പക്ഷേ ഇവിടെ ഈ പുള്ളിയെക്കുറിച്ചായിരുന്നു കൂടുതൽ സംസാരിച്ചിരുന്നത് എന്നാണ് നമുക്ക് പിന്നീട് അറിയാൻ കഴിഞ്ഞത്. അപ്പം ഇത് ഇപ്പോൾ നടന്നൊരു സംഭവമാണ്. അപ്പോൾ പണ്ട് കാലത്ത് ഒരു 10-20 വർഷം മുമ്പൊക്കെ നമ്മൾക്കറിയാം മാഞ്ചിയും തട്ടിപ്പ്, അതുപോലെ ആടുകളെ തട്ടിപ്പ്, അങ്ങനെയൊക്കെ കുറേ പദ്ധതികൾ കേരളത്തിൽ കൂടെ വന്നുപോയി ഒരുമാതിരി കുറേ ആൾക്കാരുടെ പൈസയൊക്കെ പോയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ ഭയങ്കര സാക്ഷരതയിലായിട്ട് മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനവും ആണ്. അപ്പോൾ ഇവിടെയും ക്രിസ്ത്യാനികളുടെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു 1980 ശേഷമാണ് സമ്പൂർണ്ണ ബൈബിള്, അതായത് ഇപ്പം സിറോ മലബാർ സഭയിലെ കത്തോലിക്കരുടെ വീട്ടിലൊക്കെ ഇരിക്കുന്ന ആ ബൈബിള് അടിച്ചിറക്കിയിരിക്കുന്നതെന്നാണ് എൻ്റെ ഒരു അറിവ്. ഒരു 1900 സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമാണ് പുതിയ നിയമ ബൈബിള് വായിക്കാൻ തന്നെ അനുവാദം ഉണ്ടായിരുന്നുള്ളത്. അതിനു മുമ്പ് നമുക്ക് വായിക്കാൻ അനുവാദം ഇല്ലായിരുന്നു. പള്ളിയിലെ അച്ഛന്മാർക്കും പിന്നെ അവരുടെ ആൾത്താരെ നിൽക്കുന്നവർക്കും ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. അല്ലാത്തവർക്ക് ഇത് വായിക്കാൻ പോലും അനുവാദം ഇല്ലായിരുന്നു എന്നാണ് എൻ്റെ ഒരു അറിവ്. അതിനുശേഷം 1980 ശേഷം ഈ പഴയ നിയമ ബൈബിളും പഴയ നിയമ പുസ്തകങ്ങളും കൂടെ ചേർത്ത് പിന്നെ ഒരു സമ്പൂർണ്ണ ബൈബിൾ എന്ന ഇതിലായിട്ട് അടിച്ചിറക്കി. എനിക്ക് തോന്നുന്നു 1992 ഒക്കെ ആയപ്പോഴത്തേക്കുമാണ് ഈ സമ്പൂർണ്ണ ബൈബിള് ഇടവകാംഗങ്ങളുടെ കയ്യിലേക്ക് കൊടുത്തു തുടങ്ങിയത്. അതുവരെ പള്ളിയിലൊക്കെ 1-2 ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. അതുപോലെ അത് നല്ല കോസ്റ്റ്ലി ആയിരുന്നു അന്നത്തെ കാലത്ത്. അപ്പോൾ ഇതെന്തിനാണ് ഞാൻ പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1990-95 കാലഘട്ടം ആയപ്പോഴത്തേക്കും കരിസ്മാറ്റിക് പ്രസ്ഥാനങ്ങളൊക്കെ ഞങ്ങളുടെ സ്വാധീനം കത്തോലിക്ക സഭയിലേക്ക് പതുക്കെ വന്നു. ആ സമയത്ത് ഓരോരുത്തരൊക്കെ അങ്ങ് പോകാൻ തുടങ്ങിയിട്ടുണ്ടാവും. ആ സമയത്ത് എപ്പോഴോ ആണെന്ന് തോന്നുന്നു മുരിങ്ങൂർ കോട്ട ധ്യാന കേന്ദ്രമൊക്കെ പൊട്ടിമുളച്ച് വന്നതും പലയിടത്തുനിന്നും ആൾക്കാരൊക്കെ പോയി തുടങ്ങിയതും. അപ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളും ദാനങ്ങളും കിട്ടിയെന്നും പറഞ്ഞ് മറുഭാഷയിലൊക്കെ ആൾക്കാർ സംസാരിക്കും. ഹല്ലേലൂയ കുറേ നേരം പറയുമ്പോഴത്തേക്കും ലുലുലുലുലു എന്നായി പോകും, അല്ലെങ്കിൽ ബൊബൊബൊബൊബോ എന്നായി പോകും. അങ്ങപ്പോൾ അവർക്കും ഭാഷാവരം കിട്ടി എന്നും പറഞ്ഞുള്ള സംസാരങ്ങളൊക്കെ ആ സമയത്ത് ഉണ്ട്. അപ്പോൾ എന്തെങ്കിലും അന്നൊക്കെ ഇങ്ങനെ എന്നെ ആരെങ്കിലും കൂടോത്രം വെച്ചതായിരിക്കും, എനിക്ക് ശാപമുണ്ട്, പ്രാക്കുണ്ട്, അതുകൊണ്ടാണ് കുടുംബം ഗതി പിടിക്കാത്തത്, അതുകൊണ്ടാണ് കൃഷിനാശം വന്നിരിക്കുന്നത്, അതുകൊണ്ടാണ് പിള്ളേർക്ക് അസുഖം വരുന്നത്, അങ്ങനെയൊക്കെയുള്ള വിശ്വാസങ്ങൾ വളരെ കൂടുതലുണ്ടായിരുന്ന കാലഘട്ടങ്ങളാണ്. അപ്പോൾ ഇങ്ങനെ ചെല്ലുന്ന ആൾക്കാരോട് അവർ പറയുന്ന ഒരു കാര്യമുണ്ട്. അപ്പം നമ്മളൊരു പാവം ചെയ്ത് കഴിഞ്ഞാൽ 7 തലമുറ വരെ അതിൻ്റെ ബലം അനുഭവിക്കണം എന്നാണ്. അപ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പം അവർ പറയും നിങ്ങളുടെ വീട്ടിലായിട്ട് വേദപുസ്തകം വായനയൊന്നും ഇല്ല, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ വരുന്നതെന്ന്. അപ്പോൾ ഒന്ന് ഓർത്ത് നോക്കണം, 1980 ശേഷമാണ് ഈ സമ്പൂർണ്ണ ബൈബിൾ എന്ന് പറയുന്ന സംഭവം വന്നിട്ടുള്ളത്. ഒരു സ്വാതന്ത്ര്യം നമുക്ക് കിട്ടിയത് 1945 ആ കാലഘട്ടത്തിൽ കിട്ടി. അത് 1950 ആയപ്പോഴത്തേക്കാണ് റിപ്പബ്ലിക്കൻ ഇതൊക്കെ ആയത്. അതിനുശേഷം ആണ് മനുഷ്യരൊന്ന് നേരെ ചൊവ്വേ ശ്വസിച്ച് ജീവിക്കാൻ തുടങ്ങുന്നത്.
സാക്ഷരതയുള്ളവർ വളരെ കുറച്ച് ആൾക്കാരാണ്. നമുക്കറിയാം സാക്ഷരത കേരളം എന്നാണ് സാക്ഷരത ആയെന്നൊക്കെ അറിയാം. അക്ഷരവിദ്യാഭ്യാസം ഇല്ലാത്തവരാണ്. അക്ഷരവിദ്യാഭ്യാസം ഉള്ളവരെ ഉള്ളവർ മാത്രം അല്ലായിരുന്നു ക്രിസ്ത്യാനികൾ. അപ്പോൾ അവരന്ന് പള്ളിയിലായിട്ട് ഈ അച്ഛന്മാർ പറയുന്നതും ഈ കന്യാസ്ത്രീകൾ ഈ പറ്റിക്കുന്ന ഉടുപ്പുകാർ പറയുന്നവരൊക്കെ കേട്ട് വാമൊഴിയായിട്ട് വന്ന ബൈബിൾ കഥകൾ മാത്രമേ ഇവർക്കൊക്കെ അറിവുള്ളൂ. പിന്നെ സുറിയാനിയിലായിരുന്നു കുർബാന. അത് പതുക്കെ മലയാളത്തിലേക്കൊക്കെ ആകുന്ന കാലഘട്ടങ്ങളാണ്. അപ്പോൾ ഈ സ്ത്രീകളാണ് ഈ കൂടുതൽ പോകുന്നത്. അപ്പോൾ അവരോട് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ പൂർവികർ ബൈബിള് വായിച്ചിട്ടില്ല, അതുകൊണ്ടാണ് അത്ര വീട്ടിലിങ്ങനെ കഷ്ടപ്പാട് വന്നിരിക്കുന്നത്. അപ്പോൾ അതിനപ്പോൾ പാവപരിഹാരം ചെയ്തല്ലേ പറ്റൂ, അല്ലാണ്ട് പറ്റത്തില്ല. അപ്പോൾ പറയാം, അന്നപ്പം എല്ലാ വീടുകളിലും ഒന്നും സമ്പൂർണ്ണ ബൈബിൾ ഇല്ല. അപ്പോൾ അവർ പറയും, ഒരു കാര്യം ചെയ്യുക, 10 പേർക്ക് ബൈബിള് മേടിച്ചുകൊണ്ട് വിതരണം ചെയ്യുക അയൽവക്കത്തൊക്കെ. അപ്പോൾ ഈ ധ്യാന കേന്ദ്രത്തിൽ പോകുന്നവർ ഈ 10 പേർക്കുള്ള ബൈബിളൊക്കെ മേടിച്ചിട്ട് അവിടെ ഇവിടെയൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഈ പോകുന്നവർ വീണ്ടും പോകുന്ന കൂട്ടരാണ്. അപ്പോൾ അതൊരു 1.5-2 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലായിടത്തും ഒക്കെ ബൈബിളായി. പിന്നെ ഇങ്ങനെ വെറുതെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാന്നുള്ള ദാനം കൊടുക്കുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ എല്ലാവർക്കും മേടിക്കാനൊക്കെ ഷെയിമാണ്. അപ്പം ഈ ധ്യാന കേന്ദ്രത്തിൽ പോയി, അതായത് അവിടെ പോയി മേടിച്ച് വന്ന ബൈബിളുകളൊക്കെ വീട്ടിലൊക്കെ ആയിപ്പോയവരുടെ അവസ്ഥകളുണ്ട്. 8-10 ബൈബിളൊക്കെ അവിടെ ആയി വീടുകളിൽ തന്നെ ഇരിക്കുന്നവരുണ്ട്. അപ്പോൾ ആരും മേടിക്കുകയല്ല. എല്ലാവർക്കും ഒരു അഭിമാന ക്ഷതം ഉണ്ടല്ലോ, ഞങ്ങൾക്ക് അവരുടെ നിന്ന് മേടിക്കേണ്ട ആവശ്യം എന്താ, അവർ വലുതായിട്ട് എന്താ. അപ്പോൾ ഈ പോകുന്നവരെല്ലാവരും പരിശുദ്ധാത്മാവിനെ കിട്ടിയവരായതുകൊണ്ട് വേറെ രീതിയിലും ഇവരിടയ്ക്കിരുന്ന് സൗണ്ട് കേൾപ്പിച്ചും പ്രാർത്ഥിക്കുന്ന ഒരു പരിപാടിയുണ്ട്. അപ്പം ഇങ്ങനെ പോയിട്ട് വരുന്നവരെ ഈ ബൈബിൾ പിന്നെ ഒരുമാതിരിയൊക്കെ ബൈബിൾ പ്രചരണത്തിലായ സമയമായി. പിന്നീട് ഈ ധ്യാന കേന്ദ്രത്തിലോട്ട് പോകുന്നവരോട് ഈ പാവപരിഹാരമായിട്ട് അവർ പറയുന്നത്, അവിടുന്ന് എന്തോ ഒരു മാഗസിൻ ഇറങ്ങുന്നുണ്ടായിരുന്നു. എന്താ പേര് ഞാൻ കൃത്യം ഓർക്കുന്നില്ല, വചന പ്രഘോഷണമെന്നോ ശാലോന്നോ എന്തോ ഒരു ഇതായിരുന്നു. ഒരു 50 എണ്ണം മേടിച്ച് ഇടവകയെ കൊണ്ടുപോയി വിതരണം ചെയ്യാം നിങ്ങൾ താമസിക്കുന്നത്. അപ്പം ഫ്രീ ആയിട്ട്, ഇതാരും മേടിക്കത്തില്ലല്ലോ, ആർക്കും വേണ്ടല്ലോ, അതും ഫ്രീ ആയിരുന്നു. ഫ്രീ ആയിട്ട് വിതരണം ചെയ്യാൻ വേണ്ടി ഇവർ കൊണ്ടുവരും. ഞാനൊക്കെ ഇത് ഞങ്ങളുടെയൊക്കെ വീട്ടിലായിട്ട് ആ ഒരു ചേച്ചി കൊണ്ടുവന്ന് തരും. അപ്പം നമ്മളെന്ത് ചെയ്യും, അത് തുറന്നു നോക്കാൻ പോലും വീട്ടിലെ സമ്മതിക്കത്തില്ല. അത് അടുത്ത തവണ ഇതെല്ലാം കൂടെ ഇവർ കൊണ്ടുവരുന്ന എല്ലാം കൂടെ കൊണ്ടുവന്ന് ആദ്യമൊക്കെ ഇങ്ങനെ വെക്കുമായിരുന്നു. വെച്ച് കഴിഞ്ഞിട്ട് ഞങ്ങളൊക്കെ അത് വായിക്കാനൊക്കെ തുടങ്ങുന്നു കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും അപ്പം കർക്കശമായിട്ട് ആ ചേച്ചിയോട് പറഞ്ഞ്, മേലാൽ ഈ സാധനം ഇവിടെ കൊണ്ടുവന്നേക്കില്ലെന്ന് പറഞ്ഞു. എന്നിട്ട് അതെല്ലാം കൂടെ അവിടെ വേനൽക്കാലം ആകുമ്പോഴത്തേക്കും പിള്ളേരുടെ ബുക്കൊക്കെ മേടിക്കാൻ വേണ്ടി, പഴയ ബുക്കും പേപ്പറും മേടിക്കാൻ വേണ്ടി ആൾക്കാർ വരും. അപ്പോൾ അവർക്ക് അതുകൊണ്ട് തൂക്കിയിട്ട് എനിക്ക് നല്ല കൃത്യമായിട്ട് ഓർമ്മയുണ്ട്. അപ്പം ഒരു കാലഘട്ടത്തിലായിട്ട് ഇല്ലാണ്ടിരുന്ന കാര്യങ്ങൾ കുറേ വർഷങ്ങൾക്ക് ശേഷം അതിനെ പാപമാക്കിയെടുക്കുന്ന ഒരു ടെക്നിക്കുണ്ട് ഇവിടെ. ആ ടെക്നിക്കാണ് ഇവർ അന്ന് ധ്യാന കേന്ദ്രങ്ങളിലായിട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അത് ഈ പോകുന്ന സ്ത്രീകൾക്ക് മനസ്സിലാകണ്ടേ. പണ്ട് ആൾക്കാർക്ക് ഇങ്ങനെ എഴുത്തും വായന അറിയില്ലായിരുന്നു, അതുകൊണ്ടാണ് ബൈബിള് വായിക്കാണ്ടിരുന്നത് എന്ന് അത് അത് ഓർമ്മ വേണ്ടേ. അപ്പോൾ അവർക്ക് അതൊന്നും ഒരു ഓർമ്മ അവരുടെ ബോധമണ്ഡലത്തിൽ അതൊന്നും ഇല്ല. അവിടെ ചെന്ന് കഴിഞ്ഞെന്നാൽ നമുക്കിപ്പം നമ്മുടെ രോഗവും നമ്മുടെ കഷ്ടപ്പാടും എല്ലാം മാറും എന്ന ഒരു ചിന്ത മാത്രമേ ഇവർക്ക് ഇങ്ങനെ ഉള്ളൂ. അപ്പം അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. ഈ വെള്ളാരങ്കല്ലിൻ്റെ പിന്നിലെ തിയോളജിയും ഇത് തന്നെയാണ്. കുറച്ച് കഴിയുമ്പം ഇങ്ങനെ ആയിരിക്കും ഇത് സംഭവിക്കുക എന്നുള്ളത്. പിന്നെ ഈ വെള്ളാരങ്കല്ലിൻ്റെ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇവരെന്തോ പറയുന്നു, കുറുകുന്ന കുരുവിയോ കുറുകുറ വെക്കുന്ന കുരുവിന്ന്. സാധാരണ ഈ പക്ഷികൾ ഇങ്ങനെ സൗണ്ട് കേൾപ്പിക്കുന്ന എപ്പോഴാണ്? ഒന്നെങ്കിൽ ആഹാരം കാണുമ്പം, അല്ലെങ്കിൽ ശത്രുക്കളെ കാണുമ്പം, അല്ലെങ്കിൽ ഇണകളെ ആകർഷിക്കാൻ. അന്നേരമൊക്കെ അല്ലേ ഇത് ഇങ്ങനെ കുറുകുറന്ന് പറഞ്ഞുകൊണ്ട് ഈ സൗണ്ട് കേൾപ്പിക്കുന്നത്. കാരണം ഞങ്ങളിവിടെ താമസിക്കുന്നതിൻ്റെ അവിടെയായിട്ട് ഇഷ്ടം പോലെ പ്രാവുകളുണ്ട്.
അപ്പം ചില സമയത്ത് ഇതുങ്ങൾ ഇണ ചേരാൻ വരുമ്പോഴത്തേക്കും കുറുകുറുന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സൗണ്ട് കേൾപ്പിക്കും. അല്ലാത്ത സമയത്ത് ഇതുങ്ങളെല്ലാം അവിടെ 8-10 ഇങ്ങനെ ജനലിൻ്റെ അവിടെയായിട്ട് ആ മരത്തേലായിട്ട് ഇങ്ങനെ വെറുതെ മിണ്ടാണ്ടിരിക്കും. അപ്പം അദ്ദേഹം അങ്ങനെ പറഞ്ഞതെന്ന് അറിയത്തില്ല. അല്ലെങ്കിൽ പിന്നെ ഭക്ഷണം അവിടെ ആരെങ്കിലുമൊക്കെ അരി ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും എന്തെങ്കിലും ഭക്ഷണ സാധനം എടുക്കുമ്പോഴത്തേക്കും ഇതുങ്ങൾ ഒരുമാതിരി ഒരു പ്രത്യേക സൗണ്ട് പുറപ്പെടുവിച്ച് അവിടെ ചെന്നിട്ട് ഈ ഭക്ഷണം കഴിക്കുന്ന കാണാം. പിന്നെ ഇവിടെ പിള്ളേർ അതിൻ്റെ എറിയുമ്പോഴത്തേക്ക് നിങ്ങളെല്ലാം കൂടെ ഒരു കുറുവെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രത്യേക സൗണ്ട് കേൾപ്പിച്ചുകൊണ്ട് ഇത് പറന്നു പോകും. അല്ലാണ്ട് നിങ്ങൾ കുറുവിക്കൊണ്ട് അത് പുള്ളി എന്തുദ്ദേശിച്ചാണ് ആ സൗണ്ട് കുരുവെന്നൊക്കെ പറഞ്ഞതെന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല. പിന്നെ ഈ കല്ലെന്ന് പറയുന്നത് ജീവനില്ലാത്ത ഒരു വസ്തുവാണ്. അപ്പൊ കത്തോലിക്ക സഭയുടെ ഇതനുസരിച്ച്, സിറോ മലബാർ കത്തോലിക്ക സഭയുടെ ഇതനുസരിച്ച് 10 കൽപ്പനകളുണ്ട്. ആ 10 കൽപ്പനയിൽ ഒന്നാണ് വിഗ്രഹാരാധന പാടില്ല എന്നുള്ളത്. അപ്പൊ വിഗ്രഹാരാധന പാടില്ല എന്നും പറഞ്ഞ് നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ കർത്താവായ യേശുവിനെ, ദൈവത്തിനെ മാത്രമേ നമ്മൾ ആരാധിക്കാവുള്ളൂ. അപ്പം പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് ഈ ത്രിത്വൈക ദൈവമാണ് നമ്മുടെ, അതായത് ആ ദൈവത്തിൽ 3 പേര് എന്ന് ആണ് നമ്മളെ പഠിപ്പിക്കുന്നത്, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും. അല്ലാണ്ട് ആരും നമുക്ക് ആരാധിക്കാൻ പറ്റത്തില്ല. അത് പാപമാണ്, പറഞ്ഞു കുമ്പസാരിക്കേണ്ട പാപമാണ്. അപ്പം ഈ പാപത്തിൻ്റെ കീഴിൽ, അപ്പം ഇതിങ്ങനെ ഒറ്റ വാക്യത്തിൽ പറഞ്ഞു നിർത്തിയാലും അതിന് വീണ്ടും അവർ വിശദീകരണങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഒന്നാമത് നമ്മൾ പറയില്ലേ, ഫാൻസ് റോൾ മോഡൽ എന്നൊക്കെ പറയത്തില്ലേ. ഇപ്പം ആരുടെങ്കിലും ഫാനാണ്. അപ്പോൾ പണ്ടത്തെ കാലത്തൊക്കെ മമ്മൂട്ടി, മോഹൻലാൽ, ഉർവശി, ശോഭന, പാർവതി അവരൊക്കെ സിനിമാ നടിമാരും നടന്മാരും ഒക്കെയാണ്. അപ്പോൾ അവരെയൊക്കെ ഫാനായിട്ട് എടുക്കുന്നവരുണ്ടാകും. പിന്നെ ചിലർ റോൾ മോഡൽ, ചില സിനിമയിലെ ക്യാരക്ടേഴ്സിന്, ഇപ്പോൾ സുരേഷ് ഗോപിയൊക്കെ കമ്മീഷണറുണ്ട്, അങ്ങനെയൊക്കെ എടുക്കുന്നവരുണ്ടാവും. അപ്പം അതെല്ലാം വിഗ്രഹാരാധനയാണെന്നാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആരാധന ഇതുണ്ടെങ്കിൽ നമ്മളത് പറഞ്ഞു കുമ്പസാരിക്കണം. നിങ്ങൾക്കത് തെറ്റാണ്, പാപമാണ് എന്ന് പറഞ്ഞാണ് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ അമ്പലങ്ങളിൽ നിന്ന് കിട്ടുന്ന പ്രസാദം അത് നമുക്ക് നിഷിദ്ധമാണ്, അത് കഴിക്കാൻ പാടില്ല. അപ്പം എന്നും പറഞ്ഞ് ഞങ്ങൾ ആരും കഴിക്കാണ്ടൊന്നും ഇരിക്കാറില്ല. അന്നൊക്കെ ഉണ്ണിയപ്പമൊക്കെ കിട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കാര്യമാണ്. അപ്പോൾ ഈ ചില സമയത്ത് ഈ ശബരിമല സീസണിലൊക്കെ ആണെങ്കിൽ വൈകിട്ടത്തെ അവരുടെ പൂജ കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഉണ്ണിയപ്പമൊക്കെ ഉണ്ടാവും. അപ്പോൾ അടുത്ത വീട്ടുകാരൊക്കെ പിള്ളേരൊക്കെ കൊണ്ടുവരും, നമ്മുടെ ഫ്രണ്ട്സൊക്കെ അല്ലേ. അപ്പോൾ അവർ കൊണ്ടുവരും, നമ്മൾ നോക്കിയിരിക്കും. അപ്പോഴത്തേക്ക് അതാണെന്നുണ്ടെങ്കിൽ അവരപ്പുറത്തുനിന്ന് അവരുടെ വീട്ടുമുറ്റത്തു നിന്ന് നമ്മളെ വിളിക്കും. ആ വേലിയുടെ അവിടെ വന്ന് വിളിക്കും, ഇതാണ് കൊണ്ടുവന്നിട്ടൊന്നും ചിലപ്പോൾ 1-2 കാണത്തുള്ളൂ. അത് നമ്മൾ പിടിച്ചു പറിച്ച് ഒന്നിച്ചിരുന്ന് കഴിക്കും. അപ്പം അതൊക്കെ. പിന്നെ അതുപോലെ ചിലപ്പോൾ പായസമായിരിക്കും. ഈ 41 ദിവസം അവിടെ വൈകിട്ടിങ്ങനെ അമ്പലത്തിൻ്റെ അടുത്ത് ഇങ്ങനെ അവരുടെ ഭജനയുണ്ട്. അപ്പോൾ പായസമായിരിക്കും. അപ്പം അവിടെ നിന്ന് അവരതൊരു ഇലക്കകത്ത് കൊട്ടി എടുത്തുകൊണ്ട് കൊണ്ടുവന്ന് നമുക്കും തരും. അപ്പം നമ്മളത് നോക്കിയിരിക്കുകയാണ്. അപ്പം ഇതൊക്കെ നിഷിദ്ധമാണെന്ന് പറഞ്ഞിട്ട് ഈ ഒരു കല്ലെടുത്ത് മദ്ബഹയെ വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ നാൾ കഴിയുമ്പം വേറെ ഏതെങ്കിലും ഒരു പട്ടിയൊരുടുപ്പുകാരൻ വന്നിട്ട് പറയും, ഇങ്ങനെ ചെയ്തത് ഞാനിപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ എങ്ങനെയാണ് നമ്മൾ, അതായത് ഒരു മനുഷ്യൻ കല്ലിന് പകരം ജീവനുള്ള നമുക്ക് പകരം കല്ലായത്. അപ്പോൾ അവിടെ നടന്നിരിക്കുന്ന നമ്മളെ വിഗ്രഹമാക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ ചെയ്ത കൊടിയ പാവമാണ്, നിങ്ങളുടെ വീട് മൊത്തം ഞങ്ങൾക്ക് എഴുതി തരേണ്ടി വരുമെന്ന് തന്നെ ഇവർ പറയും. അതൊരു നമ്മൾ ശരിക്കും പറയുകയാണെങ്കിൽ എങ്ങനെയാ, നമ്മൾ ഈ ഹിന്ദുയിസത്തിലൊക്കെ പറയത്തില്ലേ, ഒരു ജീവനെ ശിലയിലേക്ക് ആവാഹിച്ചിരുത്തി എന്നൊക്കെ നമ്മൾ സിനിമയിലൊക്കെ കാണത്തില്ലേ. അതുപോലെ തന്നെ യക്ഷിയെ പാല മരത്തിൽ ആണി വെച്ച് അടിച്ചിരുത്തിന്നോ അങ്ങനെയൊക്കെ ആവാഹിച്ച് കെട്ടിയെന്ന്. അതുപോലെ നമുക്ക് പകരം നമ്മളൊരു കല്ലിനെ അവിടെ വെക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് മീൻസ് നമ്മളെ ശരിക്കും പച്ച മലയാളത്തിൽ പറയുകയാണെങ്കിൽ നമ്മളെ ആവാഹിച്ച് കല്ലിലാക്കി മദ്ബഹയുടെ താഴെ വെച്ചു, ബോക്സിലടച്ച്.
ഇനി എല്ലാ ദിവസവും നമുക്ക് ആ കല്ലായിരിക്കുന്ന ഇപ്പം അക്ഷയാണ്, ഇപ്പം ഞാൻ പോയി അവിടെ ഒരു കല്ലെടുത്തിട്ട് അതിൽ അക്ഷയെന്ന് പേരെഴുതി എൻ്റെ നിയമം വെച്ച് കഴിഞ്ഞെന്നാൽ എന്നെ അവിടെ റീപ്ലേസ് ചെയ്തിരിക്കുകയാണ് കല്ലായിട്ട്. അപ്പം ഞാൻ അവിടെ ഇരുന്ന് അവിടത്തെ പട്ടിരുടുപ്പുകാർ പറയുന്ന എല്ലാ കുർബാനകളും അവിടെ ഇരുന്ന് എല്ലാ ദിവസവും കേൾക്കുകയാണ്. അപ്പം 5 വർഷം ഇതിനിപ്പം പണ്ട് നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന പോലെ ഇങ്ങനെ പവർ വല്ലതും ഉണ്ടെങ്കിൽ കാണാമല്ലോ, ഇങ്ങനെ യക്ഷിയെ പിടിക്കുന്നതും പ്രേതത്തെ ഇങ്ങനെ ഇങ്ങനെ പൂജാവിധികളൊക്കെ വെച്ച് ഓരോ മാന്ത്രിക കളത്തിക്കൊണ്ടേ വെക്കുന്നതുമൊക്കെ നമ്മൾ സിനിമയിലൊക്കെ കാണും, ഈ മണിച്ചിത്രത്താഴിലൊക്കെ കണ്ടിട്ടില്ലേ അത്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു പവർ എവിടെ നിന്നെങ്കിലും ഉണ്ടെങ്കിൽ ദാറ്റ് മീൻസ് എന്താണ്, അച്ഛൻ അവിടെയായി, ആ കല്ലിലായി. പിന്നെ ഞാനത് പറയുന്നത് വേറെ ആയിരിക്കും. അപ്പോൾ ഇതിപ്പോൾ ഒരു 5 വർഷം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും വേറെ ഏതെങ്കിലും പറ്റിയടുപ്പാരും വന്ന് പറയും, ഇവിടെ ഈ പേരെഴുതി ഇങ്ങനെ വെച്ചിരിക്കുന്നത്, ഇങ്ങനെ നിങ്ങൾ ചെയ്തിരിക്കുന്നത് വിഗ്രഹാരാധനയാണ്. കാരണം ഇവർക്ക് പറയാൻ പറ്റത്തില്ലല്ലോ, ഏകദൈവ വിശ്വാസിയാണ്, അതുകൊണ്ട് ഇങ്ങനെ എന്നുള്ളത് എന്നെങ്കിലും ഒരു കാലത്ത് അത് മാറും. കാരണം ഈ ബൈബിളിൻ്റെ ഈ കാര്യത്തിലായിട്ട് കൃത്യമായിട്ട് ഇവരിത് ചെയ്തിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ അതങ്ങ് കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്ക് ഈ 5 വർഷക്കാലം നിങ്ങൾക്ക് പകരം അവിടെ ഒരു ശില വെച്ചിരിക്കുന്നതിന് പരിഹാരമായിട്ട് നിങ്ങൾ ഇത്ര രൂപ അടയ്ക്കണം, അല്ലെങ്കിൽ ഇത്ര പേർക്ക് വീട് വെച്ച് കൊടുക്കണം, അല്ലെങ്കിൽ ഇത്ര പേരെ സെമിനാരി സ്പോൺസർ ചെയ്യണം. അങ്ങനെ ഒരു പരിപാടിയുണ്ട്. സെമിനാരി പഠിക്കാൻ പോകുന്ന പിള്ളേരെ സ്പോൺസർ ചെയ്യുക, അവരുടെ ചിലവ് വഹിക്കുക. അങ്ങനെ ഒരു സംഭവം സീറോ മലബാർ സഭയിലായിട്ടുണ്ട്, ചെയ്യണം. കാരണം ഇവരിത് മുൻകൂട്ടി കണ്ടിരിക്കുന്നതാണ്. കാരണം നിപ്പ വന്നപ്പോൾ നിപ്പേനെ പിടിച്ച് കുപ്പിയിലും കണ്ട് അടച്ചായിരുന്നു, പിന്നെ അത് ചാടിപ്പോയി. പിന്നെ കൊറോണ വന്നപ്പോൾ ഇവർ കുറേ ശ്രമിച്ചു, പക്ഷെ നടന്നില്ല. അവസാനം ഈ എല്ലാവരും വാക്സിനേഷൻ എടുക്കുന്ന ഫോട്ടോസ് നമ്മൾ TV-യിലും പത്രത്തിലും ഒക്കെ കണ്ടതാണ്. അപ്പോൾ തന്നെ രോഗശാന്തി അതിനൊക്കെ പല പല ഇത് വന്നു. പിന്നെയും ഇപ്പം പിടിച്ചു നിൽക്കുന്നത് കൃപാസന അവരാണ്. അവരവിടെ എണ്ണയും തൈലവും ഒക്കെ കൊടുത്ത് പേപ്പറും ഒക്കെ അരച്ച് കലക്കി അവരാണിപ്പം എങ്ങനെയൊക്കെ അവരവിടെ പിടിച്ചു നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇനി അങ്ങോട്ട് ചെല്ലും തോറും ആൾക്കാർ ഇത് മനസ്സിലാക്കി തുടങ്ങുന്നതനുസരിച്ച് ആൾക്കാർ പോയി തുടങ്ങും. ന്യൂ ജനറേഷനിലൊക്കെ ഉള്ളവർ പോയി തുടങ്ങും. അപ്പോൾ ഇവരെ പിടിച്ചു കൊണ്ടുവരാൻ വേണ്ടി അവർ ഡെപ്പോസിറ്റ് ഇട്ട് വെച്ചിരിക്കുന്നതാണ്. ഇപ്പം നമുക്ക് തോന്നും ഇത് വെറുതെ ഇതെന്തോ ഈ ചെയ്യുന്നതെന്ന്. അതൊന്നുമല്ല. അതുപോലെ എനിക്ക് തോന്നുന്നത് CMI അച്ഛനാണെന്ന് തോന്നുന്നു. ഈ CMI അച്ഛൻ എന്ന് പറയുന്നത് CMI ഫാദേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സെൻറ്റർ ഫോർ മണി മേക്കേഴ്സാണ്. അവർക്ക് എങ്ങനെ വേണമെങ്കിലും അവർക്ക് മണി ഉണ്ടാക്കാനുള്ള ഐഡിയാസ് എല്ലാം ഇവരുടെ തലയിലുണ്ട്. അപ്പം അവർ സാധാരണ എഡ്യൂക്കേഷൻ ഫീൽഡിലാണ്, പക്ഷേ അവരതിൽ നിന്ന് അങ്ങ് പതുക്കെ മാറിയെന്ന് തോന്നുന്നു. കേരളത്തിലെ എഡ്യൂക്കേഷൻ എല്ലാം ഒരുമാതിരിപ്പെട്ടോടത്തെല്ലാം ഇവർ തന്നെയാണ്. ഇപ്പോൾ ബാംഗ്ലൂരിലായാലും ക്രൈസ്റ്റ് കോളേജ് ഒക്കെ ഇവരുടെ ഇതിലാണെന്ന് തോന്നുന്നു. അപ്പോൾ അതിൽ നിന്ന് അവർ മാറിയതാണെന്ന് തോന്നുന്നു, മാറി ചിന്തിച്ച് തുടങ്ങി. ഇപ്പോൾ എഡ്യൂക്കേഷൻ ഫീൽഡിലായിട്ട് ബാക്കിയുള്ളവരും എല്ലാവരും ഇപ്പോൾ ബാംഗ്ലൂരിലൊക്കെ ആയിരുന്നാലും വേറെ ഇതിലുള്ളവരും എല്ലാവരും എഡ്യൂക്കേഷനിലുണ്ട്. ഹൈദരാബാദ് ആയിരുന്നാലും ബാംഗ്ലൂർ ആയാലും എല്ലായിടത്തും വേറെ ഇതും വരുന്നുണ്ട്. പിന്നെ പിള്ളേരൊക്കെ ഇപ്പോൾ ഇന്ത്യക്ക് പുറത്തോട്ട് പോകല്ലേ. അപ്പം അടുത്ത ഒരു മാർഗം ഇവർ ഉണ്ടാക്കി വെക്കണ്ടേ. അപ്പം ഇതൊരു ഡിപ്പോസിറ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. എനിക്കറിയില്ല, എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാനിവിടെ പറഞ്ഞത്. എനിക്കത് അങ്ങനെ തോന്നുന്നു. ഈ തിയോളജിയിലെ ശരിക്കും പറഞ്ഞാൽ പറ്റിക്കോളജിയും പേടിപ്പിക്കലോളജിയും കൂടെ ചേർന്ന് അവരിപ്പോഴേ ഒരു ഫ്യൂച്ചർ കണ്ട് ചെയ്തിരിക്കുന്ന ഒരു സംഭവമായിട്ടാണ് എനിക്ക് തോന്നിയത്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.